വളരെ നാടകീയമായ സംഭവങ്ങൾക്കാണ് ഇന്നലെ ഡൽഹി സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് എംപിമാരെയും കൂട്ടി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിലേക്ക് വൻ ഉപരോധവുമായി നീങ്ങി. പിന്നീട് വളരെ സ്ഫോടനാത്മകമായ സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറിയത്. പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും ഇതറിഞ്ഞ് രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും പൂർണ്ണ പിന്തുണയുമായി അവിടേക്ക് കുതിച്ചെത്തി. മോദിക്കൂട്ടങ്ങളെല്ലാം ഇതോടെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി നടന്ന മോദിയുടെ വസതി വളഞ്ഞ ഈ സമരത്തിന്റെ വിവരങ്ങൾ വ്യക്തമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നാണമില്ലാതെ തുറന്ന് പക്ഷാഭേദം കാണിക്കുന്ന സ്പീക്കർ ഓം ബിർളയെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കൾ സന്ദർശിച്ചപ്പോൾ പരീക്ഷാ പേപ്പർ ചോർച്ചയെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ മോദിയുടെയും അമിത്ഷായുടെയും അനുമതിയില്ലാതെ തനിക്ക് കഴിയില്ല എന്ന് അവരോട് വെളിപ്പെടുത്തി. ഇതേ തുടർന്നാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ മോദിയുടെ വസതി വളയാൻ കോൺഗ്രസ് എംപിമാർ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് തീരുമാനമെടുത്തത്. പാർലമെന്റ് പരിസരത്തു നിന്നും നേരെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് എംപിമാർ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ മോദിയുടെ വസതി ഉപരോധിക്കുന്നതിന് വേണ്ടി നടന്നു പോകുന്ന രംഗങ്ങളാണ് ഇത്. ये फेस में आ रहे हैं। यार आप ही आए जा रहे हो फेस पे। കോൺഗ്രസിന്റെ തീപ്പൊരി വനിതാ എം പി സഞ്ജന യാദവ് ആണ് നരേന്ദ്രമോദി ഭീരുവാണ് എന്ന മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത്. നരേന്ദ്രമോദി ഭയപ്പെട്ട് തന്റെ കേന്ദ്രമന്ത്രിയെ രാഹുൽ ഗാന്ധിയുമായി ചർച്ചയ്ക്ക് അയച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. എന്നാൽ ഈ ചർച്ചയിൽ രാഹുൽ ഗാന്ധി ശക്തമായി ആവശ്യം ഉന്നയിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, കുട്ടികൾക്കെതിരെ എടുത്ത എല്ലാ FIRഉം റദ്ദാക്കണം, അല്ലാതെ ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന്. മോദിയുടെ വസതിക്ക് മുൻപിൽ എത്തിയ കോൺഗ്രസ് എംപിമാർ സിപ്റ്റൈ കൊണ്ട് കരങ്ങൾ ബന്ധിച്ചാണ് അവിടെ ഗാന്ധിയൻ മോഡലിൽ ഉപരോധവുമായി ഇരുന്നത്. രാഹുൽ ഗാന്ധി എല്ലാവർക്കും കരങ്ങൾ ബന്ധിപ്പിക്കുന്നതിനു വേണ്ടി സിപ്റ്റൈ വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇത്. അതിനുശേഷം അവർ മുദ്രാവാക്യങ്ങൾ മുഴക്കി ധർണയ്ക്ക് ഇരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. കേരള മുഖ്യമന്ത്രി VD സതീശനും കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും ഇവരോടൊപ്പം ചേർന്നു. ഉടനെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ എംപിമാരും ഇവിടേക്ക് കുതിച്ചെത്താൻ തുടങ്ങി. സമാജ്വാദി പാർട്ടിയുടെ എംപിമാർ അഖിലേഷ് യാദവിനൊപ്പം ഇവിടെ എത്തിയ ദൃശ്യങ്ങളാണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതുപോലെ കാണേണ്ട ഒരു ദൃശ്യമാണ് ഇവിടെ സമരത്തിൽ ഇരിക്കുന്നവർക്ക് പ്രിയങ്ക ഗാന്ധി മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത്. അത് കാണുന്നതിന് മുൻപ്
പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ യോഗേന്ദ്ര യാദവ് ഇവിടേക്ക് കുതിച്ചെത്തി ഇവരോടൊപ്പം ധർണയ്ക്ക് ചേരുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. इस वक्त हम प्रधानमंत्री आवास के सामने हैं, जिसे पहले 7 RCR कहा जाता था, आजकल 7 लोक कल्याण मार्ग कहा जाता है। हालांकि लोक कल्याण नामक कोई चीज बची नहीं है। लोगों को सड़क पे मारा जाता है, बच्चों पे बर्बरता की जाती है, आंसू गैस, लाठियां, लड़कियों को मेल पुलिस मारती है, और प्रधानमंत्री लोक कल्याण मार्ग में यहाँ नेता विपक्ष और उनके तमाम साथी सड़क पे धरने पे बैठे हैं। और मैं तो उनको धन्यवाद देने आया हूं कि नेता विपक्ष ने विपक्ष का धर्म निभाया। അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ആണ്. മുൻപ് അത് 7 റേസ് കോഴ്സ് റോഡ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ മോദി സർക്കാർ അതിന്റെ പേര് 7 ലോക കല്യാൺ മാർഗ് എന്നാക്കി മാറ്റി. അതായത് ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന എന്ന് അർത്ഥം വരുന്ന രീതിയിൽ. എന്നാൽ ഇപ്പോൾ ഇവിടെ ജനങ്ങളുടെ ക്ഷേമം നടക്കുന്നില്ല. കുട്ടികളെ തെരുവിൽ തല്ലിച്ചതയ്ക്കുന്നു, അവർക്ക് നേരെ ടിയർ ഗ്യാസ് ഷെല്ലുകൾ വർഷിക്കുന്നു, ലാത്തി കൊണ്ട് തല്ലിച്ചതയ്ക്കുന്നു, പെൺകുട്ടികളെ പുരുഷ പോലീസുകാർ മർദ്ദിക്കുന്നു. എന്നാൽ പ്രധാനമന്ത്രി ലോക ജനക്ഷേമ മാർഗിലാണ് ജീവിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും തെരുവിൽ സമരവുമായി ഇരിക്കുകയാണ്. ഞാൻ അവർക്ക് നന്ദി പറയുവാൻ വേണ്ടി എത്തിയതാണ്. കാരണം പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന്റെ കടമ നിറവേറ്റിയതിന്റെ പേരിൽ. ഇനിയുള്ള ദൃശ്യം കാണേണ്ടത് തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി ആവേശത്തോടെ ഇവിടെ ഇരിക്കുന്നവർക്ക് മുദ്രാവാക്യം വിളിച്ച് കൊടുക്കുകയാണ്. നരേന്ദ്രമോദി ഭീരുവാണ്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കൂ എന്നീ മുദ്രാവാക്യങ്ങളാണ് അവർ വിളിച്ചു കൊടുക്കുന്നത്. കോൺഗ്രസിന്റെ തീപ്പൊരി വക്താവും രാജ്യസഭ എംപിയുമായ പവൻ ഖേര ഇവിടെ വ്യക്തമാക്കുകയാണ് നീതി ലഭിക്കും വരെ പിന്മാറുകയില്ല എന്ന്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. जब तक छात्रों को, युवाओं को न्याय नहीं मिल जाता, कांग्रेस पार्टी, हमारे नेता, हम लोग यहाँ से नहीं हिलने वाले। दिन हो या रात नरेंद्र मोदी को बाहर आना पड़ेगा। पूरी कांग्रेस पार्टी जो जहाँ है यहाँ आए और धरने पर बैठ जाए। नहीं हिलेंगे जब तक न्याय नहीं मिलेगा। We want justice. യുവാക്കൾക്ക് നീതി ലഭിക്കുന്നതുവരെ കോൺഗ്രസ് പാർട്ടിയും ഞങ്ങളുടെ നേതാക്കളും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ നിന്ന് പിൻവാങ്ങുകയില്ല. രാത്രിയാകട്ടെ പകലാകട്ടെ നരേന്ദ്രമോദിക്ക് പുറത്തു വന്നേ മതിയാവൂ. ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ആരൊക്കെ എവിടെ നിന്നുള്ളവർ ആയാലും ഇവിടെ വന്ന് ഈ ഉപരോധ സമരത്തിൽ പങ്കെടുക്കൂ എന്ന്. നീതി ലഭിക്കും വരെ ഞങ്ങൾ ഇവിടെ നിന്ന് പിൻവാങ്ങുകയില്ല. പിന്നീട് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളെയും ഇവിടെ സമരത്തിൽ ഇരുന്ന എല്ലാവരെയും പേടിച്ചരണ്ട മോദിയും കൂട്ടരും അറസ്റ്റ് ചെയ്ത കാര്യം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കുമല്ലോ. ഏതായാലും മോദിയുടെ കസേര ഇളകുകയാണ്, സംഘികളുടെ ചങ്കിടിപ്പ് വർദ്ധിക്കുകയാണ്. ഈ കഴിവുകെട്ട മോദിക്കൂട്ടങ്ങളെ ജനങ്ങൾ മൊത്തം മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. താങ്ക് യു.